79ാം സ്വാതന്ത്ര്യദിനമാണിന്ന്. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി മോദി അദ്ദേഹം സംസാരിക്കവേ പറഞ്ഞ ഒരു കാര്യം RSSനെ വളരെയേറെ പ്രശംസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ ഇതര സംഘടനയാണ് RSS, അതായത് NGO ആണ് RSS എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നാളെ, അതായത് അടുത്ത സെക്കൻഡ് മുതൽ ഏറ്റവും ചർച്ചയാകാൻ പോകുന്ന കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചതാണ്. എല്ലാവരും കത്തിക്കാൻ പോകുന്ന, സ്ഫോടനമുണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് RSSന്റെ കാര്യം പറഞ്ഞതാണ്. എന്താണ് അതിൽ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അതായത് RSSനെ പ്രകീർത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. RSSന്റെ മഹത്തായ സേവനങ്ങൾ, 100 വർഷം എന്തൊക്കെയാണോ സേവനം രാജ്യത്തിന് ആവശ്യമായത് അതെല്ലാം തന്നെ RSS കഴിഞ്ഞ് 100 വർഷം കൊണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒരു സർക്കാരിതര സംഘടന എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ലോകത്തെ പ്രധാനപ്പെട്ട പല വ്യക്തിത്വങ്ങളും പല സംഘടനകളും പത്രങ്ങളും ഒക്കെ തന്നെ RSSനെ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഇടതുപക്ഷത്തല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവ സംഘടന എന്ന വിശേഷണം കൂടി RSSനുണ്ട് എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവ സംഘടന, അങ്ങനെ ഒരു പേര് കൂടി RSSനുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇതിപ്പോൾ RSSന്റെ 100ാം വർഷമാണ്. ഈ 100 വർഷം, ഈ 100ാം വാർഷികം എന്ന് പറയുന്നത് RSSന്റെ 200ാം വാർഷികമായിരുന്നുവെങ്കിൽ ഭാരതം ഇന്ന് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കില്ല ഉണ്ടായിരിക്കുക. അതായത് RSS പിറക്കുന്നതിന് പിന്നെയും ഒരു 100 വർഷം മുൻപാണ് RSS പിറന്നിരുന്നത് എങ്കിൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവത്തിന് കാരണമായേനെ. ഇന്ത്യയുടെ രൂപം, ഇന്ത്യയുടെ ഭാവം, ഇന്ത്യയുടെ സ്വഭാവം ഇതെല്ലാം തന്നെ മാറിയേനെ. എത്രയെത്ര വർഷങ്ങൾ പുറകിലേക്ക് RSSന്റെ പിറവി നീണ്ടുപോയിരുന്നെങ്കിൽ, കുറേ കൂടി മുൻപായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യ ആയിരുന്നേനെ. ലോകത്തിനെ മുഴുവൻ ഒരുമിച്ച് ഒരു ചാലകശക്തിയായി നയിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയേനെ. നമ്മൾ ഇന്നും പറയപ്പെടുന്നുണ്ട്, ഈ പറയുന്ന അമേരിക്കൻ ചേരി, റഷ്യൻ ചേരി, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ചേരി എന്നൊക്കെ പറയും. പക്ഷേ ഇന്ത്യ ആയിരുന്നു നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നത് എങ്കിൽ ലോകത്തിന് സുഖത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ചേരി മാത്രമേ ഉണ്ടായിരിക്കുമായിരുന്നുള്ളൂ. അതായിരിക്കും RSS വിഭാവനം ചെയ്യുക എന്നുള്ളതിനെ പറ്റി നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇവിടെ നമ്മൾ RSSന്റെ 100ാം വാർഷികത്തെ പറ്റി സംസാരിക്കുന്നത്. ആ ഘട്ടത്തിൽ നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണ് ഇവിടെ എടുത്തു പറയുന്നത്. നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. NGO എന്നുള്ള 3 വാക്കിന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു രൂപമുണ്ടല്ലോ. NGO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു ലേബലിൽ പ്രവർത്തിക്കുന്ന സംഘടന, വിദേശ ഫണ്ടൊക്കെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സംഘടന. RSS ഇങ്ങനെയല്ല. RSSനെ ഒരു സർക്കാർ ഇതര സംഘടന എന്ന് ഉദ്ദേശിച്ചു എന്നുള്ളതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഫോമിലല്ല എന്നുള്ളത് കൊണ്ടാണ്. ഗവൺമെൻറ് സംഘടനയല്ല എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ NCCയോ NSSോ ഇല്ലെങ്കിൽ സൈന്യമോ പോലുള്ള ഒരു സംഘടന അല്ലാതെ സർക്കാർ നിയന്ത്രിക്കാതെ രാജ്യത്തിന് വേണ്ടി ഇത്രയധികം സേവനം ചെയ്യുന്ന ഒരു സംഘടന എന്നുള്ളത് NGO എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് RSSന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇതൊന്നും അല്ല ആളുകൾ എപ്പോഴും പറയുന്നത്. ഒറ്റ വാക്കിൽ ഒതുക്കും, വർഗീയ സംഘടന. ഒരിക്കലുമല്ല. അത് RSSനെ അടുത്തറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. RSSനെ അറിയണമെങ്കിൽ RSSനെ അറിയണമെങ്കിൽ RSSന്റെ ശാഖയിൽ വരണം. RSSന്റെ ശാഖയിൽ ഒരിക്കലും രാഷ്ട്രീയം സംസാരിക്കാറില്ല, അവിടെ മതകാര്യങ്ങൾ സംസാരിക്കാറില്ല, അവിടെ കമ്മ്യൂണിസത്തെ പറ്റിയോ കോൺഗ്രസിനെ പറ്റിയോ ഇസ്ലാമിനെ പറ്റിയോ ക്രിസ്ത്യാനിറ്റിയെ പറ്റിയോ ഒന്നും സംസാരിക്കാറില്ല. അവിടെ സംസാരിക്കാറുള്ള ഏക വിഷയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പറ്റിയിട്ടാണ്. ഈ രാജ്യത്തിന്, ഈ സമൂഹത്തിന്, നമ്മുടെ ജനങ്ങൾക്ക് എങ്ങനെ സേവനം ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ പ്രാർത്ഥനാ ഗീതത്തിൽ പറയുന്നത് പോലെ തന്നെ പരം വൈഭവം മേതുമേതത് സ്വരാഷ്ട്രം എന്ന് പറയുന്ന ഒരു വാക്കാണ്. ആ ഒരു സെൻറ്റൻസ് തന്നെയാണ് രാജ്യത്തിൻ്റെ പരമവൈഭവത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു 1000 തവണ ഓരോ സ്വയം സേവകനും ഇല്ലെങ്കിൽ RSSനെ പറ്റി പറയുന്ന ഓരോ ആളും ആവർത്തിച്ച വാക്കുകളാണ് ഞാൻ വീണ്ടും പറയുന്നത്. കാരണം RSSനെ പറ്റിയിട്ട് എനിക്ക് പുതിയതായിട്ട് ഒന്നും പറയാനില്ല. കാരണം RSSനെ അനുഭവിച്ചു വരുന്നവർ ഈ ലോകത്ത് ഒരുപാട് പേരുണ്ട്. RSSനൊപ്പം നിൽക്കുന്നവരുണ്ട്, RSS എന്താണെന്ന് അനുഭവിച്ചവരുണ്ട്, എന്താണെന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. അവിടെ നിൽക്കുമ്പോൾ RSSനെ പറ്റിയിട്ട് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ്. ആ ബോധ്യം തന്നെയാണ് നരേന്ദ്രമോദിയും പറഞ്ഞു വെച്ചിരിക്കുന്നത്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഘടന പിറന്നു. അതിനെ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നാണ് വിളിച്ചത്. അവർ എല്ലായ്പ്പോഴും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളിയായിരുന്നു. സമൂഹത്തിൻ്റെ ക്ഷേമം ഹൃദയത്തിൽ കരുതി വ്യക്തിയെ കെട്ടിപ്പടുക്കുന്നതിലൂടെ രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു അവരുടെ ഒരു നൂറ്റാണ്ട് നീണ്ട യാത്ര. ഭാരതമാതാവിൻ്റെ ക്ഷേമം ലക്ഷ്യമിട്ട് വ്യക്തിവികസനത്തിലൂടെ രാഷ്ട്രനിർമ്മാണം എന്ന ദൃഢനിശ്ചയത്തോടെ സ്വയം സേവകർ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ക്ഷേമത്തിനായി അവരുടെ ജീവിതം സമർപ്പിച്ചു. ഒരു തരത്തിൽ RSS ലോകത്തിലെ ഏറ്റവും വലിയ NGO ആണ്. അതിന് 100 വർഷത്തെ സമർപ്പണ ചരിത്രമുണ്ട്.
RSSൻ്റെ ചരിത്രത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. മോദി വ്യക്തമാക്കിയതാണ്. ഒരു സ്വയം സേവകൻ്റെ വാക്കുകളാണിത്. അച്ചടക്കവും സേവന കേന്ദ്രീകൃതമായ ഒരു സംഘടന എന്നതും RSSനെ എന്നതും ആണ് RSS എന്നുള്ളതിനെ നരേന്ദ്രമോദി പ്രശംസിച്ചു. ദുരന്ത നിവാരണങ്ങൾ മുതൽ സാമൂഹിക ഐക്യ പ്രവർത്തനങ്ങൾ വരെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ RSSൻ്റെ പങ്കിനെക്കുറിച്ച് മോദി വാചാലനായി. സംഘടനയുടെ അച്ചടക്കവും നിസ്വാർത്ഥമായ പ്രവർത്തനവും ഇന്ത്യയുടെ സാമൂഹിക ഘടനയെ രൂപപ്പെടുത്തുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഒടുവിലായുണ്ടായ ഹിമാലയൻ താഴ്വരയിലുണ്ടായിട്ടുള്ള പ്രളയത്തിലടക്കമായാലും ശരി തന്നെ രാജ്യം എവിടെയൊക്കെ പ്രതിസന്ധി നേരിട്ടു ആ ഘട്ടങ്ങളിൽ മുഴുവൻ സേവനത്തിൻ്റെ കൊടിയുമായിട്ട് എത്തിയവരാണ് RSSകാർ. അത് സേവാഭാരതി എന്ന് പറയുന്ന അതിൻ്റെ ആപ്തവാക്യം തന്നെ അതാണ്, മാനവസേവ മാധവസേവ എന്നുള്ളതാണ്. ഈശ്വരനെ എങ്ങനെ സേവിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം മനുഷ്യനെ സേവിക്കുക എന്നുള്ളതാണ്. ആ നിലയ്ക്കാണ് RSSൻ്റെ പ്രവർത്തനം പോകുന്നത്. ആ RSSൻ്റെ പ്രവർത്തനത്തെ പറ്റിയാണ് മോദി പറഞ്ഞിരിക്കുന്നത്. അത് എപ്പോഴാണ്? 100 വർഷം പൂർത്തിയാവുകയാണ്. അതായത് നമ്മൾ 2 മാസം കൂടി കഴിഞ്ഞാൽ ഈ പറയുന്ന 2 മാസം കഴിഞ്ഞെത്തുന്ന വിജയദശമി ദിനത്തിൽ RSSൻ്റെ 100ാം വാർഷികമാണ്. 100 വർഷമാകുന്നു ഒരു സംഘടന സ്ഥാപിതമായിട്ട് എന്നുള്ളതാണ്. ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ ദീർഘവീക്ഷണം, അദ്ദേഹം ഇട്ട വിത്ത് ഇന്ന് രാജ്യം മുഴുവൻ തണലേകുന്ന ഒരു മഹാവൃക്ഷമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രവർത്തനത്തെയാണ് നരേന്ദ്രമോദി പുകഴ്ത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ടൊരു സ്വയംസേവകനായിട്ട് കടന്നു വന്ന രാഷ്ട്രീയത്തിലേക്ക്, പൊതുപ്രവർത്തനത്തിലേക്ക് ഈ പറയുന്ന ആത്മസമർപ്പണത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് നരേന്ദ്രമോദി എന്നുള്ളത്. നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തെ പറ്റിയിട്ടും ഈ പറയുന്ന RSSൻ്റെ ഒരു പ്രചാരകനായിരുന്ന കാലഘട്ടത്തെ പറ്റിയുമൊക്കെ ഒരുപാട് ആൾക്കാരുടെ അനുഭവക്കുറിപ്പുകളെല്ലാം തന്നെ ഈ അടുത്ത കാലത്ത് വന്നിരുന്നു. അതിൽ പറഞ്ഞിരുന്നു, നരേന്ദ്രമോദി ഒരു സ്കൂട്ടറിൽ കയറി തെരുവുകൾ തോറും പോവും. എന്താണ് ഇലക്ഷൻ പ്രചാരണത്തിന് BJPയുടെ ചുമതലയുള്ള ആളാണ്. എല്ലായിടത്തും ഈ പറയുന്ന പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ എന്നുള്ള എല്ലാം നോക്കാനായിട്ട് അദ്ദേഹം പോകുമായിരുന്നു. ആ സ്കൂട്ടർ ഒട്ടിച്ചിരുന്ന അമിത്ഷാ ആയിരുന്നു. അപ്പോൾ അത്രയും ഈ പറയുന്ന മുഖ്യമന്ത്രിയാകുന്നവരെയും, ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നതുവരെയും ഏറ്റവും ലളിതമായിട്ടുള്ള, ഏറ്റവും സാധാരണക്കാർക്കിടയിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനതയ്ക്ക് വിശ്വസിക്കാനാകുമോ എന്നുള്ള ഇത്തിരി കടുത്ത കാര്യമാണ്. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഒരു ചിലവുകൾക്കും, ആർഭാടമായ ഒരു ചിലവുകൾക്കും സർക്കാരിൻ്റെ പണം ഉപയോഗിക്കാറില്ല. അദ്ദേഹം ഒരു ആർഭാടവും ഇല്ലാത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചിലവുകൾക്കും അദ്ദേഹം സർക്കാരിൻ്റെ പണം ഉപയോഗിക്കുന്ന ആളല്ല, സ്വന്തം ശമ്പളം ലഭിക്കുന്നത്. അതിൻ്റെ ബഹുഭൂരിപക്ഷവും അദ്ദേഹം സേവന പ്രവർത്തനങ്ങൾക്കായി നൽകുന്ന ആളുമാണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ ഭക്ഷണം, വളരെ ചുരുക്കം സൗകര്യങ്ങൾ, ഇതെല്ലാം ഉപയോഗിക്കുന്ന ഒരു ആളാണ് നരേന്ദ്രമോദി എന്നുള്ളത് അദ്ദേഹത്തെ അടുത്തറിയുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. എങ്ങനെയാണോ അദ്ദേഹം ജീവിച്ചിരുന്നത് അതേ ജീവിതശൈലി, അതേ ജീവിത നിലവാരം തന്നെയാണ് വളർത്തുന്നത്. പക്ഷേ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് രാജ്യത്തെ പ്രതിനിധീകരിക്കുമ്പോൾ വേണ്ട സന്നാഹങ്ങൾക്ക് അദ്ദേഹം സ്വീകരിക്കേണ്ടി വരാറുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അതിനോടൊപ്പം പോകുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദിയെ പറ്റി അറിയുന്നവർ, അടുത്തറിയുന്ന വൃത്തങ്ങളെല്ലാം തന്നെ പറയാറുള്ളത്. അതൊരു സ്വയം സേവകൻ്റെ സ്വഭാവമാണ്. സ്വയം സേവകൻ ഏറ്റവും ലളിതമായ ജീവിതം നയിക്കുകയും ഏറ്റവും ലാളിത്യപൂർണ്ണമായ ജീവിതം നയിക്കുകയും ഏറ്റവും മാതൃകാപരമായി ജീവിക്കുകയും ചെയ്യുന്ന ആളാണ്. അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ഓരോ ദിവസവും ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പാഠവും. അതാണ് അദ്ദേഹം ഇന്ന് സൂചിപ്പിച്ച് വയ്ക്കുന്നത്. അദ്ദേഹം ഉയർന്നു വന്ന സംഘടനയെപ്പറ്റി അദ്ദേഹം പ്രശംസിച്ചിരിക്കുന്നു 100ാം വാർഷികത്തിൽ. ഈ 100ാം വാർഷികത്തിൻ്റെ ആഘോഷം പൂർത്തിയാകുമ്പോൾ ഇന്ത്യക്ക് വലിയ ചില മേഖലകൾ, വലിയ ചില ഉയരങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ പൂർണ്ണ ബോധ്യം നരേന്ദ്രമോദിക്കുണ്ട്. അദ്ദേഹം അത് തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത്, എടുത്തു പറഞ്ഞിരിക്കുന്നത്. എന്താണ് RSS, എന്തിനാണ് RSS, എങ്ങനെയാണ് RSS, ഇത് മൂന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് സ്പഷ്ടമായിരിക്കുന്ന കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.